ആയിഷ എടുത്തോ. എന്റെ കുട്ടികളെ മയക്കി കിടത്തി അവരെ നീ മോശക്കാരായി കാണിക്കുമല്ലേ? ഇനി ഒരു നിമിഷം പോലും നിങ്ങളെ ഞാൻ ഈ ഹോസ്റ്റലിൽ വെച്ച് പൊറപ്പിക്കില്ല. 3 എണ്ണവും എന്റെ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോണം. ക്ഷമിക്കൂ മാഡം, ഇതൊരു കുട്ടിക്കളിയായിട്ട് എടുത്താ മതി. ഇവരെ ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കണ്ട. സേനൻ എന്താ ഈ പറയുന്നേ? ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട്? സാരമില്ല മാഡം, ഇവരിവിടെ തുടരുന്നതില് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഇവള് നമ്മളെ ഇടിച്ചു കൂട്ടാൻ വേണ്ടിയാ നമ്മള് പുറത്താക്കണ്ടെന്ന് പറയുന്നത്. ഇവര് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷയായിട്ട് ഇവരെ കൊണ്ട് തന്നെ ഓണസദ്യക്ക് ബാക്കിയുള്ള ജോലികൾ മുഴുവൻ അങ്ങോട്ട് ചെയ്യിച്ചാ മതി. അതെ, ബാക്കി കണക്കുകളൊക്കെ തീർക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ശരി, സേനൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. പക്ഷെ 1/2 മണിക്കൂറിനുള്ളിൽ സദ്യ റെഡിയായിരിക്കണം. എല്ലാ പണിയും നിങ്ങൾ 3 പേര് മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ 3നെ ഞാൻ പിടിച്ച് പുറത്താക്കും. നീ ഇത്രയും ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. കൈലാഷിന്റെ മുമ്പില് ഞാനെങ്ങ് നാണം കെട്ടു. എല്ലാ സേനം കാരണം. നമ്മൾ ചെയ്തതൊക്കെ അയാള് എങ്ങനെയാ ഷൂട്ട് ചെയ്തത്? ഈ അടുക്കളയിലോ ആ സ്റ്റോർ റൂമിലോ ഒരു ക്യാമറ പോലും ഇല്ലല്ലോ. ഞങ്ങൾ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ മുക്തേ, ആ സേനനെ വെറുതെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുതെന്ന്. അയാൾ ഒരു സാധാരണക്കാരനല്ല. അതെ, അയാൾ എന്തോ വലിയ ദുർമന്ത്രവാദിയോ മറ്റോ ആണ്. അല്ലെങ്കിൽ പിന്നെ ക്യാമറ ഇല്ലാത്ത സ്ഥലത്തെ കാര്യങ്ങള് എങ്ങനെ സ്ക്രീനിൽ കാണിക്കാൻ പറ്റും? മണ്ടത്തരം പറയാതെ വേഗം പണി തുടങ്ങാൻ നോക്ക്. 1/2 മണിക്കൂറിനുള്ളിൽ സദ്യ ഉണ്ടാക്കി തീർത്തില്ലെങ്കിൽ ഭൂമിക മാഡം നമ്മൾ ഇവിടെ നാട്ടിച്ചിറക്കും.